ചേർപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇപ്പോൾ പ്രദേശവാസികളെയും കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒപ്പം പഠിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ്. അങ്ങനൊരു മരണവാർത്ത ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപകട മരണമാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെയധികം തന്നെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. പത്തനംതിട്ട ഉള്ളന്നൂർ പാറയിരിക്കുന്നതിൽ പടിഞ്ഞാറ്റേതിൽ സുബിൻ പി വർഗീസിന്റെ ഭാര്യ ഡോക്ടർ ഷേബ റേച്ചൽ ആണ് മരിച്ചത്. ലക്ഷ്മി ആർ പണിക്കർ എന്ന 30 വയസ്സുകാരി. ചേർപ്പുങ്കൽ മാർസ്ലേവ മെഡിസിറ്റിയിൽ ഡോക്ടറായ ഷേബയെ കൊഴുമംകുളത്ത് താമസ സ്ഥലത്താണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നാലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹോസ്റ്റൽ മുറി അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. വൈകുന്നേരമായിട്ടും ഡോക്ടറെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അതിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ പാലാ പോലീസിൽ വിവരമറിയിച്ചു. പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയാണെന്ന് പോലീസിന്റെ നിഗമനമുണ്ടെങ്കിലും മറ്റ് അസ്വാഭാവികതകളൊന്നും തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. കുടുംബ പ്രശ്നങ്ങളോ ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങളോ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നും അന്വേഷണ പരിധിയിലുണ്ട്. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മരണത്തിന് തൊട്ട് മുൻപുള്ള മണിക്കൂറുകളിൽ ഷേബ ആരുമൊക്കെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ മൊബൈൽ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് വ്യക്തമാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് പാലാ പോലീസ് അറിയിച്ചു. കോന്നി EMS ചാരിറ്റബിൾ സൊസൈറ്റി ഭരണസമിതി അംഗം വി രംഗനാഥിന്റെയും റിട്ടയർഡ് തഹസിൽദാർ സതിയമ്മയുടെയും മകളാണ് ഡോക്ടർ ഷേബ. കുടുംബാംഗങ്ങളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ മരണത്തിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളും ഇപ്പോൾ എല്ലാവരും എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു. പത്തനംതിട്ട വാലഞ്ചൂരിയിലുള്ള സ്വന്തം വീട്ടിൽ ഏപ്രിൽ 20 തിങ്കളാഴ്ച രാവിലെ 8:30 ഭൗതിക ശരീരം പൊതുദർശനത്തിന് എത്തിക്കും. തുടർന്ന് 9:45 കുളനടയിലുള്ള ഭർത്താവിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. ഡോക്ടറുടെ നിര്യാണത്തിൽ ചേർപ്പുങ്കൽ മെഡിസിറ്റിയിലെ സഹപ്രവർത്തകർ അനുശോചിക്കുകയും ചെയ്തു. സംസ്കാര ശുശ്രൂഷകൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഭവനത്തിൽ ആരംഭിച്ച് 2 മണിക്കൂർ ഉള്ളന്നൂർ സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടക്കും. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആശുപത്രി അധികൃതരിൽ നിന്നും ഹോസ്റ്റൽ ജീവനക്കാരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്താപ്രകാരം പറയുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ തന്നെയാണ് അവർ അന്വേഷിക്കുന്നത്. നേരത്തെയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നുവെന്നും അസ്വാഭാവികതകൾ എന്തൊക്കെയാണ് ഈ ഒരു വാർത്തയെപ്പറ്റി പറയാനുള്ളതെന്നും അതിനടക്കമുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരുടെ മൊഴിയിലുള്ള വൈരുദ്ധ്യങ്ങൾ, മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ, ഇതൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി തന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം.